10ഓളം പേർ കഅബ ശരീഫ് പുനർനിർമ്മിച്ചിട്ടുണ്ടെന്ന് ചരിത്രം. ആദ്യ നിർമ്മാണം മലക്കുകളുടേതായിരുന്നു. രണ്ടാമത് ആദം നബി അലൈഹിസ്സലാമയാണ് പുനർനിർമ്മാണം നടത്തിയത്. മൂന്നാമത് ശീസ് നബി അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും. കഅബ നിർമ്മാണത്തിന് ശേഷം അവ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ. ഇബ്രാഹീമും ഇസ്മായിലും കഅബ നിർമ്മാണ വേള ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും അനുസരണയുള്ളവരാക്കുകയും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്യണം. വഅരിനാ മനാസികനാ വതുബ് അലൈനാ. ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുകയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണം. ഇന്നക അന്തത് തവ്വാബുർ റഹീം. നിശ്ചയം നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ്. രണ്ടുപേരിൽ നിന്നും അല്ലാഹു കഅബ നിർമ്മാണം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്. ഹജ്ജിന് വേണ്ടി ജനങ്ങളിൽ വിളംബരം ചെയ്യുക.